ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് രാമനാട്ടുകര സ്പെഷ്യാലിറ്റീസ്, രാമനാട്ടുകരയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് രാമനാട്ടുകര എന്നത്. പണ്ട് കാലത്ത് ഇത് കടുങ്ങഞ്ചിറ ഗ്രാമം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പണ്ട് കാലത്ത് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 35,937 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. 35,937 രാമനാട്ടുകര. രാമനാട്ടുകരയുടെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത് പരപ്പനാട് രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ പരപ്പനാട് രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു രാമനാട്ടുകര. പരപ്പനാട് രാജവംശം എന്നത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കസിൻ രാജവംശമാണ്. പരപ്പനാട് അവരുടെ കുടുംബത്തിലുള്ള ഒരു കസിൻ രാജവംശമാണ് പരപ്പനാട് രാജവംശം എന്നത്. പരപ്പനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പരപ്പനങ്ങാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു രാമനാട്ടുകര. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ രാജവംശത്തിൻ്റെ ഭാഗമായി. മൈസൂർ രാജാക്കന്മാരെ പിടിച്ചടക്കുകയും അപ്പോൾ മൈസൂരിൻ്റെ ഭാഗമായിരുന്നു രാമനാട്ടുകര. പിന്നീട് ആംഗ്ലോ മൈസൂർ യുദ്ധത്തെ തുടർന്ന് പിന്നീട് ബ്രിട്ടീഷുകാർ ഇവിടം കൈയടക്കുകയും മലബാർ ജില്ലയുടെ ഭാഗമാവുകയും ചെയ്തു. പിന്നീട് 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഇത് തിരൂർ താലൂക്കിൻ്റെ ഭാഗമായി തുടർന്നു. തിരൂർ താലൂക്കിൻ്റെ ഭാഗമായി മാറി രാമനാട്ടുകര. പിന്നീട് 1969 മലപ്പുറം ജില്ല രൂപീകരിച്ചത്. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ തിരൂർ മലപ്പുറത്തോട് ചേരുകയും തിരൂർ താലൂക്കിൻ്റെ ഭാഗമായിരുന്ന രാമനാട്ടുകര, ഫെറോക്ക്, കടലുണ്ടി എന്നിവ കോഴിക്കോട് ജില്ലയിൽ തന്നെ തുടർന്നു, കോഴിക്കോട് ജില്ലയോട് ചേർന്നു. അതിന് കാരണം കോഴിക്കോട് നഗരമധ്യത്തിനടുത്തായതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ ചേർന്നത്. അങ്ങനെ രാമനാട്ടുകര കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് തുടരുകയാണ്. കോഴിക്കോട് നിന്നും ഏകദേശം 14 കിലോമീറ്ററും കരിപ്പൂരിൽ നിന്നും ഏകദേശം 13 കിലോമീറ്ററും മലപ്പുറത്തു നിന്നും ഏകദേശം 34 കിലോമീറ്ററും കടലുണ്ടിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററും ബേപ്പൂരിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ഇത് ലോക്സഭാ മണ്ഡലം കാലിക്കറ്റും കോഴിക്കോടും നിയമസഭാ മണ്ഡലം ബേപ്പൂരുമാണ് രാമനാട്ടുകരയുടെ. ഈ മണ്ഡലം ലോക്സഭാ മണ്ഡലമായ കോഴിക്കോടിന് കീഴിലും നിയമസഭാ മണ്ഡലം ബേപ്പൂരിന് കീഴിലുമാണ് ഇത് രാമനാട്ടുകര വരുന്നത്. പണ്ട് കാലത്ത് കടുങ്ങഞ്ചിറ ഗ്രാമം എന്നറിയപ്പെട്ടിരുന്ന രാമനാട്ടുകര. അതോടൊപ്പം ചാലിയാർ നദിയുടെ തെക്കേ അറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, രാമനാട്ടുകര എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.